പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, ഇന്ന് നമ്മൾ ദസറയിലെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ തുടക്കത്തിലെടുക്കല്ലേ, ഇന്ന് ദസറ കാണാൻ കഴിച്ച്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം ഒരു 3:15 ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ ഈ ഏരിയയിൽ. ഇപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക, പുസ്തക പൂജയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ, ആയുധ പൂജയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയുടെ മുന്നിൽ നമുക്ക് വായയും അതുപോലെ തന്നെ പൂക്കളെ കാണാൻ പറ്റും. തന്നെ ഇപ്പോൾ എങ്ങോട്ടാ പോണേ? ബന്നിപ്പേട്ട ഗ്രൗണ്ട് നമ്മളിവിടെ എയർ ഷോ കാണാൻ വേണ്ടി പോവാണ്. 2 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. ദസറയുടെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ. എല്ലാ ബസ്സിലും നല്ല ആൾക്കാരുണ്ട്. ഈ ഒരു മൈസൂർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇപ്പണ്ടില്ലേ എത്ര അധികം ബസ്സുകളറിയോ. ഇഷ്ടമല്ല, ഇതൊക്കെ നമ്മുടെ AC കോച്ചുകളാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത്. നമ്മൾ നോർമൽ തറവാടി വണ്ടി കേട്ടോ. ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നടക്കുകയാണ്. ഇനി ഇവിടുന്ന് 2 കിലോമീറ്ററിന് അടുത്തൊക്കെ ഉണ്ട് നമ്മുടെ ലൈസൻസ് സർക്കിളിലേക്ക്. അവിടുത്തെ മെയിൻ ഷോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സെനുഫെ അവിടുത്തെ മെയിൻ ഷോ എന്താ നമ്മൾ പോയിട്ട് നോക്കാം. രണ്ടാൾക്കും അറിയില്ല. അതായത് നമ്മൾ ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള, അതായത് മുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനത്തെ ഒരു ഷോ ആണ് തോന്നുന്നുണ്ട്. എയർ ഷോ ആണ്. അപ്പോൾ അവിടെ പോയാൽ കാണാം. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ നമുക്ക് കഴിക്കാൻ. നമ്മളിപ്പോൾ എയർ ഷോ കാണാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചർച്ച് ഉണ്ടല്ലോ, നമ്മൾ മൈസൂർ ചർച്ച്, ഇതിൻ്റെ തൊട്ട് മുന്നിലെത്തില്ലോ. ഇത്ര ആൾക്കാരല്ലേ. കാരണം ഒന്നാമത് പറഞ്ഞാൽ ഇവിടെയൊക്കെ മൈസൂർ ദസറ എക്സിബിഷൻ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഉള്ളിൽ കയറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പുറത്ത് നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് മൈസൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 2 കിലോമീറ്റർ ഉള്ളൂ പറഞ്ഞു. പിന്നെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചോദിക്കുമ്പോൾ പറയും 2.5 കിലോമീറ്റർ ഉണ്ട് അറിയും. ഇതിപ്പോൾ കിലോമീറ്റർ കൂടി പോവാണ്, സ്ഥലം എത്തുന്നില്ല. അതാണിപ്പോൾ മെയിൻ പ്രശ്നം. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ടില്ലേ പുതിയ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാങ്ങി. എന്തായാലും മൈസൂർ വന്നതല്ലേ, അടിച്ചു പൊളിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോത്തിന് എന്തായിരുന്നോ നമ്മുടെ എയർ ഷോ, അതായത് നമ്മുടെ യുദ്ധവിമാനമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ മുന്നോട്ടൊക്കെ അല്പസമയം നമ്മൾ കടന്നുപോയി. പക്ഷേ അപ്പോൾ പല ആൾക്കാർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ഒന്നാമത് വരുന്നില്ല, മരത്തിൻ്റെ മറകായതുകൊണ്ട് കണ്ടില്ല. ഇനി നമ്മൾ മെയിൻ ഏരിയയിലേക്ക് പോവാണ്. എവിടെയാണ് ഇപ്പോൾ എയർ ഷോ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതില്ലേ പല വിധത്തിലാണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. നൈസിലെ നമ്മുടെ ഷോ കാണാൻ വന്ന ആൾക്കാരുണ്ട്. ഈ ഗ്രൗണ്ടിൽ ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നാണ് ആൾക്കാർ കാണുന്നത്. വളരെയധികം ആൾക്കാർ 4 പല രീതിയിലായിട്ട് പോകും. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് എന്താ പറയുക, നമ്മൾ എയർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് കണ്ട് കറക്റ്റ് ടൈമിങ്ങിന് നമ്മൾ 4 മണിയായപ്പോൾ നമ്മൾ എയർ ഷോ കാണാൻ വേണ്ടി നമ്മളിവിടെ എത്തി. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ എയർ ഷോ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ യുദ്ധവിമാനം കൊണ്ട് അവർ കാണിച്ചു കൂട്ടുന്ന പല ഐറ്റംസുകൾ നമ്മൾ കണ്ട്. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഇത് 2ാമത്തെ വട്ടം കാണുന്നത്. കുറച്ച് മുന്നേ വേറെ സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു. ഓക്കെ.